ഹാജാസ് ക്ലാസ്സസിൻ്റെ മോർണിംഗ് ടീയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ ഒരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ ചായയോടൊപ്പം അറിവിൻ്റെ ഒരു മോർണിംഗ് ടീയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നോക്കൂ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഇപ്പം എന്താണ്? താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ആ ചിത്രം കണ്ടോ? എന്ത് ഭംഗിയോ നോക്കുക, ആ സിംഹവാലൻ കുരങ്ങൻ അങ്ങനെ നിൽക്കുന്നത് അല്ലെ, വലിയ ആഠ്യത്വത്തോടു കൂടി ആശ നിൽക്കുകയാണ്. യെസ്, ഓപ്ഷൻസ് നോക്ക്. ഒന്നാമത്തെ ഓപ്ഷൻ ആനമുടിച്ചോല. ആനമുടിച്ചോലയിലാണോ സിംഹവാലൻ കുരങ്ങുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്? തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ മതികെട്ടാൻ ചോല. തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ സൈലന്റ് വാലി. ആൻസർ ശരിയാണ്. നാലാമത്തത് ഇരവികുളം. സ്വാഭാവികമായിട്ടും ആൻസർ എന്താണ്? തെറ്റായിരിക്കുമല്ലോ. അപ്പോ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. അതവിടെ നിൽക്കട്ടെ, ആൻസർ നമ്മൾ കണ്ടെത്തി. കേരളത്തിൽ എത്ര ദേശീയ ഉദ്യാനങ്ങളുണ്ട്? എത്ര നാഷണൽ പാർക്കുകളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്? കേരളത്തിലെ നാഷണൽ പാർക്കുകളുടെ എണ്ണം എത്ര? 5 നാഷണൽ പാർക്കുകളാണ് കേരളത്തിൽ ഉള്ളത്. ഓൾറെഡി 4 ദേശീയ പാർക്കുകളുടെ, നാഷണൽ പാർക്കുകളുടെ പേരുകൾ ഇവിടെ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ആനമുടിച്ചോലയുണ്ട്, മതികെട്ടാൻ ചോലയുണ്ട്, സൈലന്റ് വാലിയുണ്ട്, ഇരവികുളമുണ്ട്. അപ്പൊ നമുക്ക് ആ 5 എണ്ണം ഒന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തെ ഇരവികുളം ഇതാ ഉണ്ട്. രണ്ടാമത്തെ സൈലന്റ് വാലി ഇവിടെ ഉണ്ട്. മൂന്നാമത്തെ മതികെട്ടാൻ ചോല ഇവിടെ ഉണ്ട്. അടുത്ത ആനമുടിച്ചോലയും ഉണ്ട്. അപ്പൊ ഇവിടെ ഇല്ലാത്തത് പാമ്പാടും ചോലയാണ്. ഏതാണ് അഞ്ചാമത്തത്? പാമ്പാടും ചോല. പാമ്പാടും ചോല. അപ്പൊ കേരളത്തില് ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നാഷണൽ പാർക്കുകളുടെ എണ്ണം 5. ഏതൊക്കെയാണ്? മതികെട്ടാൻ ചോല, സൈലന്റ് വാലി, ആനമുടിച്ചോല, ഇരവികുളം, പാമ്പാടുംചോല. ഇങ്ങനെ 5 ദേശീയോദ്യാനങ്ങൾ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട്? കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്? 18 എണ്ണം ഉണ്ട്. അപ്പോൾ 18 വന്യജീവി സങ്കേതങ്ങളും 5 നാഷണൽ പാർക്കുകളുമാണ് കേരളത്തിലുള്ളത്. വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ഇപ്പൊ പറഞ്ഞ ഒരുപാട് പറയേണ്ടി വരും. അപ്പൊ ഇപ്പൊ ഞാനത് പറയുന്നില്ല. നമുക്ക് ഇവിടേക്ക് തന്നെ വരാം. നാഷണൽ പാർക്ക് 5 എണ്ണം പറഞ്ഞു. ഇവിടെ സൈലന്റ് വാലിയെ കുറിച്ച് പറഞ്ഞിട്ട് ബാക്കി പറയാം. 1-2 സൈലന്റ് വാലിയെ കുറിച്ച് പറയാനുണ്ട്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ല. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. ഇനി നമ്മൾ വേറെ കാര്യോട് ശ്രദ്ധിക്കേണ്ടത്, ഈ 5 നാഷണൽ പാർക്കുകൾ ഉള്ളതില് 4 നാഷണൽ പാർക്കുകളും ഒരു ജില്ലയിലാണ്, ഇടുക്കി. അല്ലെ? 4 നാഷണൽ പാർക്കുകളും ഇടുക്കിയിലാണ്. ഒരേ ഒരു നാഷണൽ പാർക്ക് മാത്രമേ മറ്റൊരു ജില്ലയിലുള്ളൂ. അതാണ് നമ്മുടെ സൈലന്റ് വാലി, പാലക്കാട് ജില്ലയിൽ. മനസ്സിലായി കാണുമല്ലോ. ആകെ 5 എണ്ണം, 4 എണ്ണവും ഇടുക്കി ജില്ല. ഏതൊഴികെ? സൈലന്റ് വാലി ഒഴികെ ബാക്കി 4ഉം ഇടുക്കി ജില്ല. സൈലന്റ് വാലി പാലക്കാട് ജില്ല. ഇനി ഈ പാലക്കാട് ജില്ലയിലുള്ള സൈലന്റ് വാലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട് എന്ന് ചോദിച്ചാല് 18 ബയോസ്ഫിയർ റിസർവുകളാണുള്ളത് ഇന്ത്യയിൽ. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 18 എണ്ണം ഉണ്ട്.
ഈ 18 ബയോസ്ഫിയർ റിസർവുകളിൽ ആദ്യം പ്രഖ്യാപിച്ച ബയോസ്ഫിയർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ നീലഗിരിയാണ്. നീലഗിരി. ആകെ 18 ബയോസ്ഫിയർ റിസർവ്. ഈ 18 വേറെയാണ്. ഈ 18 എന്താണ്? കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ് ഈ 18. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളാണ് 18. ഈ 18 ബയോസ്ഫിയർ റിസർവുകളിൽ ഒന്നാമതായി പ്രഖ്യാപിച്ച ബയോസ്ഫിയർ റിസർവിന്റെ പേരാണ് നീലഗിരി. നീലഗിരിയെ ബയോസ്ഫിയർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത് 1986 നീലഗിരിയെ ബയോസ്ഫിയർ റിസർവായിട്ട് പ്രഖ്യാപിച്ച വർഷം 1986. മനസ്സിലായി കാണും അല്ലെ? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എന്തിനിപ്പോ ഈ നീലഗിരിയൊക്കെ ഇവിടെ പിടിച്ചിട്ടെന്നാണ് ചോദ്യമുണ്ട്. അതായത് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏത്? ആൻസർ സൈലന്റ് വാലിയാണ്. അപ്പോ നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകളിലാണ്. പശ്ചിമഘട്ടത്തിലും 2 ബയോസ്ഫിയർ റിസർവുകളുണ്ട്, അതും മനസ്സിൽ വെച്ചോളണം. പശ്ചിമഘട്ട മലനിരയില് പശ്ചിമഘട്ടത്തില് 2 ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ട്. ഒന്ന് നമ്മുടെ നീലഗിരിയുണ്ട്, ഒന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യ മല അല്ലെങ്കിൽ അഗസ്ത്യാർ കൂടം എന്ന് പറയും. ഇത് 2 ബയോസ്ഫിയർ റിസർവ് ആണ്. ഇന്ത്യയിൽ ആദ്യം പ്രഖ്യാപിച്ചത് ഈ നീലഗിരിയാണ്. അപ്പൊ ഈ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആക്ച്വലി 3 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു: കർണാടകം, തമിഴ്നാട്, കേരളം. ഇതൊക്കെ ശ്രദ്ധിച്ചോളണം. നീലഗിരി ബയോസ്ഫിയർ റിസർവ് വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 3. ഏതൊക്കെയാണവ? ഒന്ന് കർണാടകം, മറ്റൊന്ന് തമിഴ്നാട്, മറ്റൊന്ന് കേരളം. ഇനി അടുത്ത ഞാൻ പറഞ്ഞ എന്താണ്? പ്രീവിയസ്. ഈ പറഞ്ഞത് പലതും പ്രീവിയസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ ദേശീയോദ്യാനം അഥവാ നാഷണൽ പാർക്ക് ഏതാ? സൈലന്റ് വാലി. ഇതുപോലത്തെ ഒരു ചോദ്യം ഇനിയും വരുന്നുണ്ട്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ വയനാട് വന്യജീവി സങ്കേതമാണ്. വയനാട് വന്യജീവി സങ്കേതം അഥവാ മുത്തങ്ങ വന്യജീവി സങ്കേതം അഥവാ തോൽപ്പെട്ടി വന്യജീവി സങ്കേതം ഇതൊക്കെ ഒന്നാണ്. അപ്പോ നീലഗിരിയുമായി കണക്ട് ചെയ്ത് 2 ചോദ്യങ്ങൾ. നീലഗിരിയുടെ ഭാഗമായി ഒരു വന്യജീവി സങ്കേതം കേരളത്തിലുണ്ട്. നീലഗിരിയുടെ ഭാഗമായി ഒരു നാഷണൽ പാർക്കും കേരളത്തിലുണ്ട്. നീലഗിരിയുടെ ഭാഗമായ വന്യജീവി സങ്കേതം വയനാട്, മുത്തങ്ങ, തോൽപ്പെട്ടി. നീലഗിരിയുടെ ഭാഗമായ കേരളത്തിലെ നാഷണൽ പാർക്ക് സൈലന്റ് വാലി. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇവിടെ സൈലന്റ് വാലി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. സൈലന്റ് വാലി ആക്ച്വലി പ്രഖ്യാപിച്ച പ്രൈം മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലിയെ ഒരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. വർഷം 1984. പക്ഷേ സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്യാൻ ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചില്ല. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്യാൻ ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മരണം സംഭവിച്ചതാണ് കാരണം. എപ്പോഴാണെന്നറിയാലോ? 1984 ഒക്ടോബർ 31. അടുത്ത പ്രധാനമന്ത്രിയായത് മകനാണ് രാജീവ് ഗാന്ധിയാണ്. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി 1985 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തത്. ഈ സൈലന്റ് വാലിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സിംഹവാലൻ കുരങ്ങ് അല്ലെങ്കിൽ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. ആ സിംഹവാലൻ കുരങ്ങ് ഏറ്റവും കൂടുതൽ നമ്മുടെ സൈലന്റ് വാലി വനമേഖലയിൽ കാണപ്പെടുന്നുണ്ട്. വെടിപ്ലാവ് എന്ന് പറയുന്ന ഒരു സസ്യം അവിടെ ഉള്ളത് കൊണ്ട് ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് വെടിപ്ലാവ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത്, അല്ലെ? ഈ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതിന്റെ 25ാം വർഷം 2009 ആയപ്പോഴേക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോ തപാൽ സ്റ്റാമ്പ് സൈലന്റ് വാലിക്ക് വേണ്ടി പുറത്തിറക്കിയത് ഏത് വർഷമാണ്? 2009 സൈലന്റ് വാലിയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. നമ്മളിവിടെ സിംഹവാലൻ കുരങ്ങിനെ പറ്റി പറഞ്ഞു. സിംഹവാലൻ കുരങ്ങിന് ഒരു ശാസ്ത്രീയ നാമമുണ്ട്. അതിന്റെ പേര് മക്കാക സിലനസ് എന്നാണ്. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? മക്കാക സിലനസ്.
മക്കാഗാസിലനസ്. മറക്കണ്ട, ചോദിച്ചിട്ടുണ്ട്. സിംഹവാലൻ കുരങ്ങന്റെ ശാസ്ത്രീയ നാമം മക്കാഗാസിലനസ് ആണ്. ഇനി ഈ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന ഒരു അപൂർവ ഇനം പക്ഷിയുണ്ട്. അതിന്റെ പേര് ബ്ലാക്ക് ബുൾ എന്നാണ്. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷിയുടെ പേര് എന്താണ്? ബ്ലാക്ക് ബുൾ. ബ്ലാക്ക് ബുൾ. മറക്കണ്ട. അപ്പോ സിംഹവാലൻ കുരങ്ങന്റെ ശാസ്ത്രീയ നാമം മക്കാഗാസിലനസ്. ഇവിടെ കാണപ്പെടുന്ന അപൂർവ ഇനം ഒരു പക്ഷിയുടെ പേരെന്താണ്? ബ്ലാക്ക് ബുൾ എന്നാണ്. ബ്ലാക്ക് ബുൾ. ഇനി സൈരന്ധ്രീവനം എന്നാണ് നമ്മുടെ ഈ സൈലന്റ് വാലിയുടെ ആദ്യത്തെ പേര്. സൈരന്ധ്രീവനം എന്നാണ് പറയുന്നത്. സൈലന്ധ്രീ വനത്തിൽ നിന്നാണ് ഏതിലേക്ക് വന്നത്? സൈലന്റ് വാലിയിലേക്ക് വന്നത്. ഈ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്. അതിന്റെ പേര് കുന്തിപ്പുഴ എന്നാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്. അതിന്റെ പേര് തൂതപ്പുഴ എന്ന്. തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് കുന്തിപ്പുഴ. കുന്തിപ്പുഴ അറിയാമല്ലോ, കേരളത്തില് പൊല്യൂട്ടഡ് ആകാത്ത നദികളിൽ ഒന്നാണ്. മനുഷ്യ സ്പർശമേക്കാത്ത നദി എന്ന് വേണമെങ്കിൽ പറയാം. ഏതാ? കുന്തിപ്പുഴ. അതുപോലത്തെ ഒരു നല്ല നദിയാണ്, ശുദ്ധമായ നദിയാണ് ഏത്? തൂതപ്പുഴ. ഈ രണ്ട് നദികളുടെ പ്രത്യേകത എന്താണ്? ഒന്ന് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നു, അത് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദിയാണ് ഏത്? തൂതപ്പുഴ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സൈലന്റ് വാലിയിൽ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇനി നമ്മൾ പറയുന്നത് ആനമുടി ചോല വലുതായിട്ട് പറയാനില്ല. ഇരവികുളത്തെ പറ്റി പറയാനുണ്ട്. ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കും ഏറ്റവും വലിയ നാഷണൽ പാർക്ക് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇരവികുളം നാഷണൽ പാർക്കിനുള്ളിലാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്, ആനമുടി. പശ്ചിമഘട്ടത്തിൽ ഇടുക്കി ജില്ലയിൽ ഇരവികുളം നാഷണൽ പാർക്കിനകത്താണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടിയുടെ ഹൈറ്റ് പറയൂ. 2695 മീറ്റർ ആണ്. ആനമുടി ഹൈറ്റ് എത്ര? 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഹൈറ്റ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഒറ്റ ആൻസർ ഏതാണ്? നമ്മുടെ ആനമുടി. ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇരവികുളത്താണ്. ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ഫെർണേറിയം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഫെർണേറിയം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ്. എന്താണ് ഫെർണേറിയം എന്ന് പറഞ്ഞാൽ? ഫെർണേറിയം എന്ന് പറഞ്ഞാൽ ഈ ചെടികളുണ്ടല്ലോ, കൊച്ചു ചെടികൾ, പന്നൽ ചെടി എന്ന് പറയും. പന്നൽ ചെടി ഉദ്യാനം. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പന്നൽ ചെടി ഉദ്യാനം സ്ഥാപിച്ചിരിക്കുന്നത് ഇരവികുളത്താണ്. അപ്പൊ നമ്മൾ ഇരവികുളത്തെ പറ്റി എന്തൊക്കെ പറഞ്ഞു? ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ്, ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ്. ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥാപിച്ചത് തന്നെ വരയാടുകൾക്ക് വേണ്ടിയാണ്. വരയാട് എന്ന് പറഞ്ഞാൽ നീലഗിരി ധാർ എന്നാണ് അതിന്റെ ഔദ്യോഗിക നാമം. വരയാട് എന്ന് പറയുന്നത് ഏതോ ഒരു സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗമാണ്. തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗമാണ് വരയാട് എന്ന് പറയുന്നത്. ഈ വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇരവികുളം എന്ത് ചെയ്യുന്നത്? സ്ഥാപിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ചോദ്യം മാക്സിമം നമ്മുടെ ഈ ചുരുങ്ങിയ സമയത്തിന് തീർന്നില്ല കേട്ടോ. ഇനി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ആ മോർണിംഗ് ടീയിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള ടൈം ഉണ്ട്. ആ ടൈമിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു തീർക്കണം. യെസ്, ഓക്കെ. അപ്പോ ഈ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്? സൈലന്റ് വാലിയാണ്. ഓക്കെ, നമുക്ക് വീണ്ടും മോർണിംഗ് ടീയിൽ കണ്ടുമുട്ടാം വേറൊരു ടോപ്പിക്കുമായിട്ട്. അതുവരെ ഓക്കെ, അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.